ചിക്കൻ വെച്ചിട്ട് നമ്മൾ പല വെറൈറ്റി ഐറ്റംസും തയ്യാറാക്കാറുണ്ടല്ലേ. എന്നാൽ ഇതൊന്ന് തയ്യാറാക്കി നോക്കിയോളൂ കേട്ടോ. വീട്ടിലൊരു സൽക്കാരമൊക്കെ ഉണ്ടാകുമ്പോൾ ഇത് മസ്റ്റായിട്ട് ഉണ്ടാകേണ്ട ഒരു ഐറ്റം കൂടെയാണ്. അതുമല്ല, വരുന്നവർ തീർച്ചയായിട്ടും ഇതിൻ്റെ റെസിപ്പിയും ചോദിക്കും കേട്ടോ. പൊതുവേ എരിവൊന്നും ഇഷ്ടമില്ലാത്ത എൻ്റെ മക്കളുണ്ടല്ലോ, ഈ ഒരു ഐറ്റം കഴിച്ചതിന് ശേഷം ഇത് ഇനിയും ഉണ്ടാക്കണം കേട്ടോ എന്ന് പറയുന്ന ഒരു ഐറ്റം കൂടെയാണ്. എങ്ങനെയാണ് നമുക്ക് ചെയ്തെടുക്കുന്നത് നോക്കാം. ഞാനിവിടെ 500 ഗ്രാമോളം ചിക്കൻ്റെ വിങ്സാണ് എടുക്കുന്നത്. തൊലിയോട് കൂടി തന്നെയാണ് കേട്ടോ എടുക്കുന്നത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ വീതം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് ഒന്നെങ്കിൽ ഫിഷിൻ്റെ സോസ്, അതല്ലെങ്കിൽ ഓയസ്റ്റർ സോസ്, ഇതിലേത് കിട്ടിയാലും നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഉപ്പും ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയും ചേർത്തിട്ട് നന്നായിട്ട് നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. മിക്സ് ചെയ്ത് പുരട്ടി നമ്മൾ ഏകദേശം ഒരു മണിക്കൂറെങ്കിലും നിങ്ങൾ വെക്കണം. അതല്ലെങ്കിൽ നമ്മളിത് പുരട്ടിയിട്ട് രാത്രി പുരട്ടി വെക്കുക, പിറ്റേന്ന് ചെയ്തെടുത്താൽ മതി. നമ്മൾ ഒരു ബൗളിലേക്ക് 1/2 കപ്പ് കോൺഫ്ലോറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കുറച്ച് ഉപ്പൂടെ നമ്മൾ ഈ പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് നമ്മളിതുപോലെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ ഉണ്ടല്ലോ, അത് നമുക്കിതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കണം. നമ്മൾ പുരട്ടി വെച്ച പാത്രത്തിൽ ചിലപ്പോൾ ചിക്കൻ കുറേ നേരം വെക്കുമ്പോൾ അതിൽ നിന്ന് വെള്ളം ഇറങ്ങും. അപ്പോൾ ആ വെള്ളം ഇതിലേക്കിട്ട് ഒഴിക്കരുത് കേട്ടോ. ചിക്കൻ മാത്രം എടുത്തിട്ട് വേണം ഇതിങ്ങനെ പുരട്ടിയെടുക്കാനായിട്ട്. അപ്പോൾ ഇത് കണ്ടല്ലോ, ഇത് നമ്മൾ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ വെളിച്ചെണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത്. എനിക്ക് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ അത് നമുക്ക് മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അത് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ഞാൻ പ്രത്യേകം പറയാണ്, നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത് 2 പ്രാവശ്യമാണ്. അതായത് ആദ്യത്തെ പ്രാവശ്യം നമ്മൾ പകുതി ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വയ്ക്കും. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് അത് വീണ്ടും നമ്മൾ ഫ്രൈ ചെയ്യും. ഇങ്ങനെ 2 പ്രാവശ്യം നമ്മൾ ഫ്രൈ ചെയ്യുന്നത്. അതെന്തിനാന്ന് വെച്ചാൽ അതിൻ്റെ പുറം ഭാഗമൊക്കെ നല്ല ക്രിസ്പിയായി കിട്ടുകയും ചെയ്യും, ആകെ നല്ല ജ്യൂസി ആയിട്ട് നിൽക്കുകയും ചെയ്യും. ഈ രീതിക്ക് തന്നെ നിങ്ങളും ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. പിന്നെ ഞാൻ ചിക്കൻ്റെ വിങ്സ് എടുത്തോണ്ടേ അതിൻ്റെ ഈ അറ്റം ഭാഗം ഉണ്ടല്ലോ, അതൊന്ന് കട്ട് ചെയ്യാൻ മറന്നു കേട്ടോ. നമ്മളിങ്ങനെ ഫ്രൈ ചെയ്യുന്നത് ഇതുപോലെയാണ് ഫ്രൈ ചെയ്യുന്നതെങ്കിൽ അത് ആ ഭാഗം കറക്റ്റായിട്ട് വെന്ത് കിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മളത് കട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാൻ വീണ്ടും കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. രണ്ടാമത്തെ ഒരു ബാച്ചും കൂടെ ഇടാണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ കൂടെ അങ്ങ് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ആദ്യം നമ്മളൊന്ന് ഫ്രൈ ചെയ്യുക, അതിന് ശേഷം അത് ഇതിൽ നിന്ന് മാറ്റിയതിന് ശേഷം വീണ്ടും ഞാൻ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതും ഇതുപോലെ തന്നെ നല്ല പോലെ 2 ഭാഗം ഒന്ന് മുരിച്ചെടുത്തതിന് ശേഷം നമുക്ക് എടുക്കാം. രണ്ടാമത് ഫ്രൈ ചെയ്യുന്ന ഒരുപാട് സമയം ഇട്ടിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ആദ്യത്തെ ഫ്രൈയിൽ തന്നെ ഒന്ന് വെന്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒന്നുകൂടെ ഒന്ന് ക്രിസ്പിയായി കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് രണ്ടാമതും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് രണ്ടും ഇതുപോലെ ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം അല്ലേ. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത എണ്ണയിൽ നിന്ന് തന്നെ കുറച്ച് എണ്ണ നമ്മൾ എടുക്കാം കേട്ടോ. 1-2 ടേബിൾ സ്പൂൺ നിങ്ങൾക്ക് എടുക്കാം. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 1 കപ്പോളം സവാളയും ചെറുതായിട്ട് തന്നെ നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്, അത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് അധികം എരിവില്ലാത്ത ഇതുപോലത്തെ ചുവന്ന മുളകുണ്ടല്ലോ, അതുണ്ടെങ്കിൽ 1-2 നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനിയും ഇതിലേക്ക് മുളക് വരാനുണ്ട്, അപ്പോൾ അത് നോക്കിയിട്ട് തന്നെ നമ്മൾ ഇവിടെയൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസും 1 ടീസ്പൂണ് ഓയസ്റ്റർ സോസ്, അതല്ലെങ്കിൽ ഫിഷ് സോസ്, ഇതിലേതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ ഡാർക്ക് സോയ 1 ടീസ്പൂണാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണോളം ചെറുനാരങ്ങയുടെ നീരൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് നമ്മളതെല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമ്മൾ ലാസ്റ്റായിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊരു 1.5 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ കൂടുതൽ ചേർക്കുന്നവർക്ക് ചേർക്കാം കേട്ടോ, കാരണം നല്ല എരിവോടെ കഴിക്കാൻ തന്നെയാണ് കേട്ടോ ടേസ്റ്റ്. പിന്നെ കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ കുറച്ചൊന്ന് ബാലൻസ് ചെയ്ത് പിടിക്കണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ എരിവ് നിങ്ങളുടെ ഇഷ്ടമാണ് എത്രത്തോളം ചേർക്കണം എന്നുള്ളത്. നന്നായിട്ട് നമ്മളതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ലാസ്റ്റ് നമുക്ക് 1-2 ചേരുവകൾ കൂടെ വരാനുണ്ട്, അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ. അതിനുശേഷം നമുക്കിതിലേക്ക് വേണ്ടത് മല്ലിയിലയാണ് കേട്ടോ. സ്പ്രിംഗ് ഓണിയൻ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതും കൂടെ നിങ്ങൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂണോളം മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നമുക്കിതിലേക്ക് കുറച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കിട്ടാൻ കൂടെ വേണ്ടിയിട്ട് കുറച്ച് എള്ളും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും വെളുത്ത എള്ളാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അത് എനിക്ക് 1 ടീസ്പൂണോ അതല്ലെങ്കിൽ 1/2 ടേബിൾ സ്പൂണോ ഒക്കെ വേണമെങ്കിൽ എനിക്ക് ചേർത്ത് കൊടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് എത്രത്തോളം വേണമെന്ന്. നല്ല അടിപൊളിയായിട്ട് നമുക്ക് പ്രസൻറ്റ് ചെയ്യണമെങ്കിൽ ഈ എള്ളും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കുക. പിന്നെ അതുമല്ല, ആ എള്ളിടക്ക് കടിക്കുമ്പോഴും ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു ചിക്കൻ ഫ്രൈ കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ നമ്മളിത് എടുക്കുന്ന സമയത്ത് ചിക്കൻ എപ്പോഴും തൊലിയുള്ളതാണെങ്കിൽ അതന്നെ നിങ്ങൾ എടുക്കാനായിട്ട് നോക്കാം കേട്ടോ. അതാണ് ഏറ്റവും ടേസ്റ്റ്. അതിൻ്റെ തൊലിയും ഒക്കെ കൂടെ കഴിക്കുമ്പോണ്ടല്ലോ ഭയങ്കര ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. ഈ ഒരു ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവർ ഫോളോ ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.